നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഡിമാൻഡ് ഉയരുന്നു, റബ്ബറിന് വില തകർച്ച. യൂറോപ്യൻ രാജ്യങ്ങൾ കുരുമുളകിനായി രാജ്യാന്തര വിപണിയിൽ. ഉത്സവകാല ഡിമാൻഡ് ഇന്ത്യൻ മാർക്കറ്റിനെ സജീവമാക്കി. ചുക്ക് വിപണിയും ചൂടുപിടിച്ചു. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ സെല്ലിംഗ് മൂഡിലേക്ക്. 400 യെന്നിലെ താങ്ങ് നിർണായകം. ഉയർന്ന വിലയിൽ പിടിച്ചു നിൽക്കാനാവാതെ തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വഴുതി. കൊച്ചി മാർക്കറ്റ് 3-ാം വാരത്തിലും സ്റ്റഡി. കുരുമുളക് ചുക്ക് വിപണി സജീവം. മധ്യപൂർവേഷ്യൻ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നതോടെ കപ്പൽ മാർഗമുള്ള ചരക്ക് നീക്കം സുഗമമായത് US, യൂറോപ്യൻ രാജ്യങ്ങളെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഊർജിതമാക്കാൻ പ്രേരിപ്പിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇറക്കുമതി അനിവാര്യമായതിനാൽ അവർ സുഗന്ധവ്യഞ്ജനങ്ങളിൽ പിടിമുറുക്കാം. അന്താരാഷ്ട്ര വ്യാപാര രംഗം 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു. ഉത്തരേന്ത്യയിലെ വൻകിട കറി മസാല വ്യവസായികൾ മുളക് സംഭരണത്തിന് തിരക്കിട്ട നീക്കത്തിലാണ്. പിന്നിട്ട ആഴ്ചകളിൽ എന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിലും ടെർമിനൽ വിപണിയിൽ ചരക്ക് വരവ് നാമമാത്രമാണ്. വിലക്കയറ്റം മുന്നിൽ കണ്ട് ഇറക്കുമതി ലോബിയും ചരക്ക് എത്തിക്കാൻ ഉത്സാഹിക്കുന്നുണ്ട്. മുന്നിലുള്ള 3 മാസം ബമ്പർ വിൽപ്പനയാണ് അവരും സ്വപ്നം കാണുന്നത്. മധ്യവർത്തികളും വൻകിട കർഷകരും വിൽപ്പന നിയന്ത്രിച്ചതോടെ കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 69,200 രൂപയിൽ നിന്നും ശനിയാഴ്ച 70,400 രൂപയായി. രാജ്യാന്തര വിപണിയിൽ മലബാർ മുളക് വില ടണ്ണിന് $7,800. മഴമേഘങ്ങളുടെ വരവിനിടയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ചുക്കിന് പുതിയ ആവശ്യക്കാരെത്തി. മഴയുടെ വരവ് വൈകിയതിനാൽ ചുക്ക് സംഭരണത്തിന് ഉത്സാഹം കാണിക്കാതെ അകന്നു മാറിയ വാങ്ങലുകാർ സാവധാനം വിപണിയിലേക്ക് അടുക്കുന്നുണ്ട്. മാസങ്ങളായി നിർജീവാവസ്ഥയിൽ നീങ്ങിയ ചുക്ക് വിലയിൽ പിന്നിട്ട വാരം കുതിച്ചുചാട്ടം ദൃശ്യമായി. കൊച്ചിയിൽ മീഡിയം ചുക്ക് 28,000 രൂപയിൽ നിന്നും 32,500 രൂപയിലേക്ക് ഉയർന്നപ്പോൾ ബെസ്റ്റ് ചുക്ക് വില 30,000 രൂപയിൽ നിന്നും 35,000 രൂപയായി. റബ്ബറിൽ വിൽപ്പന സമ്മർദ്ദം. ഒസാക്കയിൽ റബ്ബർ വീണ്ടും ചാഞ്ചാടിയതോടെ ഒരു വിഭാഗം നിക്ഷേപകർ ബാധ്യതകൾ വിറ്റുമാറി. ഫെബ്രുവരി അവസാനം 356 യെന്നിൽ ഉടലെടുത്ത ബുൾ റാലിയിൽ റബ്ബർ 15 വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കായ കിലോ 448 yen വരെ ഉയർന്ന ശേഷമാണ് തിരുത്തലിലേക്ക് ചുവടുമാറ്റുന്നത്. 4 മാസമായി ബുള്ളിഷ് മനോഭാവത്തിൽ നീങ്ങിയ ലോങ് ടൈം ചാർട്ടിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വിപണി ഓവർ ബോട്ടായതോടെ ഉടലെടുത്ത ലാഭമെടുപ്പ് വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് വഴുതാം. പിന്നിട്ട വാരം കിലോ 440 യെന്നിൽ ഇടപാടുകൾ തുടങ്ങിയ റബ്ബർ 409 യെന്നിലേക്ക് ഇടിഞ്ഞ ശേഷം ക്ലോസിംഗിൽ 413 യെന്നിലാണ്. നിലവിലെ ചലനങ്ങൾ വിലയിരുത്തിയാൽ ജൂലൈയിൽ റബ്ബർ 360 യെന്നിലേക്ക് മുഖം തിരിക്കാം. അവധി വിപണിയിലെ വില തകർച്ചയ്ക്കിടയിൽ തായ്ലൻഡിൽ ഉൽപ്പന്ന വില കിലോ 298 രൂപയിൽ നിന്നും 288 ഇടിഞ്ഞു. വിദേശത്തെ തളർച്ച കണ്ട് ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ ആഭ്യന്തര ഷീറ്റ് വില കുറച്ചു. 4-ാം ഗ്രേഡ് കിലോ 272 രൂപയിൽ നിന്നും 266 താഴ്ന്നു. വാരാന്ത്യം സംസ്ഥാനത്ത് മഴ സജീവമായ സാഹചര്യത്തിൽ റെയിൻ ഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ ടാപ്പിംഗ് വരും ദിനങ്ങളിൽ ഊർജിതമാകും. വിദേശ ഓർഡറുകൾ പ്രതീക്ഷിച്ച് വെളിച്ചെണ്ണ. കയറ്റുമതി ഓർഡറുകളിൽ പ്രതീക്ഷ നിലനിർത്തി വെളിച്ചെണ്ണ വില കുത്തനെ ഉയർത്തി തമിഴ്നാട്. വാരാന്ത്യം വിൽപ്പനക്കാരായി. വിദേശ ഓർഡറുകൾ ഉയർന്ന വിലയ്ക്ക് എത്താത്തത് മില്ലുകാരെ സ്റ്റോക്ക് വിറ്റുമാറാൻ പ്രേരിപ്പിക്കുന്നു. അറബ് രാജ്യങ്ങളിൽ നിന്നും വൻ ഓർഡറുകൾ എത്തുമെന്ന നിഗമനത്തിലായിരുന്നു കാങ്കയത്തെ മില്ലുകാർ. തമിഴ്നാട്ടിൽ എണ്ണവില 18,175 രൂപയിൽ നിന്നും 19,500 വരെയും ഉയർന്ന ശേഷം ശനിയാഴ്ച 18,500 ഇടിഞ്ഞു. കൊച്ചിയിൽ വെളിച്ചെണ്ണ 22,200 കൊപ്ര 12,900 രൂപയിലും സ്റ്റഡിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.